Hello, welcome back to my YouTube channel Journey with Ranaya. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. I am also going good and going fine by God's grace. Kindly excuse the voice from outside, okay? And those who are watching my channel for the first time, kindly watch this video, and if you feel this video is very fruitful for the upliftment of your mindset as well as your language also, kindly appreciate my channel by subscribing my channel, okay? So once again, welcome back to my YouTube channel, Journey with Rana. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി തന്നെ തംബ്നെയിലിൽ കണ്ടു കാണും what we are going to handle today. Okay, how can we improve our English or how can we learn English even if we are lazy? നമ്മൾ കുറച്ച് ലേസി ആണ് എന്നുണ്ടെങ്കിലും എങ്ങനെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് എനിക്ക് പല ടൈപ്സ് ഓഫ് മെസ്സേജസ് ആണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി വന്ന ഒരു മെസ്സേജാണ്, ഇംഗ്ലീഷ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ അറിയാം, പക്ഷേ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മടി കാരണം എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു മെസ്സേജിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം, ഐ ടുക്ക് എ ഡെസിഷൻ ടു ഡു ദിസ് വീഡിയോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ബിഫോർ ദാറ്റ് കൈൻഡ്ലി എക്സ്ക്യൂസ് ദ വോയിസ് ഫ്രം ഔട്ട്സൈഡ്. ഇപ്പം കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ കാണും, അപ്പോൾ അതൊക്കെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ അതിനെ അപ്പോളജീസ് ഫ്രം മൈ സൈഡ് കേട്ടോ. ആദ്യമേ തന്നെ ഞാനതൊന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുത്ത് വെച്ചോട്ടെ കേട്ടോ. ചിലപ്പോൾ എക്സ്റ്റേണൽ വോയിസ് ഒക്കെ ഒന്ന് കാണും, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു അവർ പോയിന്റ്സ്. സോ ഹിയർ മൈ ഫോർമുല ഇസ് വെരി സിമ്പിൾ കേട്ടോ. വളരെ ഗഡാഗഡിയൻ സംഗതികളൊന്നും അല്ല. മൈ ഫോർമുല ഇസ് വെരി സിമ്പിൾ. സിൻസ് വി ആർ ലേസി, നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോയിന്റ്സ് എന്താണ്, ഞാൻ ലേസി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള പോയിന്റ്സ് ആണ് ഞാനും ഒരു റിസർച്ച് നടത്തിയിട്ട് ഇവിടെ present ചെയ്യുന്നത്. So my first and foremost tip is to watch Instagram Reels, Shorts, YouTube podcasts with English subtitles. See, since we are lazy, even under the blanket also we can practice this. അപ്പോൾ നമ്മൾ കുറച്ച് ലേസി ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഫോൺ സ്ക്രോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി അത് ഫോൺ സ്ക്രോൾ ചെയ്തിരുന്നാലും എങ്ങനെ അതൊരു ഫ്രൂട്ട്ഫുള്ളാക്കി എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഷോർട്സിലും യൂട്യൂബ് ഷോർട്സിലും ഒക്കെ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ലേണിംഗ് വീഡിയോസ്. ഓക്കെ, ഐ ഡോണ്ട് പ്രിഫർ ഫോർ ലോങ് വീഡിയോസ്. അത് മിക്കവാറും ഇത്തിരി ലേസി ഹാബിറ്റ്സ് ഉള്ളവർ കാണാൻ ചാൻസസ് കുറവാണ്. ഓക്കെ, സോ യു ക്യാൻ ഗോ വിത്ത് ഷോർട്ട് വീഡിയോസ് ഓൾസോ. 5 to 6 minutes ഒക്കെ നിൽക്കുന്ന ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് വീഡിയോസ് ഉണ്ട്, ഇംഗ്ലീഷ് ലേണിംഗ് പോഡ്കാസ്റ്റ് വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഓർ ഐദർ യു ക്യാൻ വാച്ച് എനി ഇംഗ്ലീഷ് വീഡിയോസ് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഉള്ള ഇംഗ്ലീഷ് വീഡിയോസ് കാണുന്നതും വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാണുന്നതിന് നമ്മൾ വലിയ സ്പെഷ്യൽ ക്ലാസ്സസ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈവൻ അണ്ടർ ദ ബ്ലാങ്കറ്റ് ഓൾസോ വി ക്യാൻ പ്രാക്ടീസ് ദിസ്. നമ്മൾ വെറുതെ ലേസി ആയിട്ട് കിടക്കുന്ന സമയത്തും നമുക്കിത് വാച്ച് ചെയ്യാവുന്നതാണ്. സോ മൈ സെക്കൻഡ് ടിപ്പ് is mirror trick. This means standing in front of a mirror and saying affirmations like I am learning English day by day or I am improving my English effortlessly. See, these affirmations can create a strong and positive mindset. Remember, mind is everything. മനസ്സാണ് എല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് അവിടെ നമ്മളും ആ മിററും മാത്രമേ ഉള്ളൂ. വി ക്യാൻ സീ അവർ സെൽഫ് ത്രൂ ദാറ്റ് മിറർ, അല്ലേ? നമുക്ക് ആ ഒരു കണ്ണാടിയിൽ കൂടെ കാണാൻ പറ്റുന്നത് നമ്മുടെ സെൽഫ് തന്നെയാണ്, നമ്മുടെ ഒരു മനസാക്ഷിയെ തന്നെയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. സോ വി ആർ സ്പീക്കിംഗ് ടു അവർ സെൽഫ്, സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ ആൻഡ് സെയിങ് ദ അഫർമേഷൻസ്. എന്ത് പറയണം? ഐ ആം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ് ഡേ ബൈ ഡേ ആൻഡ് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് എഫേർട്ട്ലെസ്ലി. വളരെ സിമ്പിളായിട്ട് ഞാൻ പഠിക്കുകയാണ് എന്ന് നമ്മളോട് തന്നെ ഒന്ന് പറയുക. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇത് പറയുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് വെറുതെ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് കേട്ടിട്ട് നിങ്ങൾ പോയി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയുകയാണ് ഐ ആം ഇംപ്രൂവിങ്, രാവിലെ പറയണം കേട്ടോ, ഐ ആം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ് എഫേർട്ട്ലെസ്ലി എന്ന് നിങ്ങൾ ഒരു ദിവസം പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം ഇംഗ്ലീഷ് പഠിച്ചില്ല കേട്ടോ. പിറ്റേന്ന് രാവിലെ നിങ്ങൾ വീണ്ടും ചെന്ന് പറയുകയാണ് ഐ ആം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ് എഫേർട്ട്ലെസ്ലി, ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് ഡെയിലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളോട് തന്നെയാണല്ലോ ഈ സംസാരിക്കുന്നത്.
സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. പക്ഷെ ഞാൻ പഠിച്ചില്ലല്ലോ, ഞാൻ ഒരു വാക്കുപോലും നോക്കിയില്ലല്ലോ, എന്നിട്ടാണല്ലോ ഞാൻ എന്നോട് വന്ന് ഈ കള്ളം പറയുന്നത് എന്ന് നമുക്ക് തോന്നും. ഉറപ്പായിട്ടും തോന്നും. ഒരു മനസാക്ഷിയുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അത് തോന്നിയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പ്രാക്ടീസ് ദിസ് മിറർ ട്രിക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു വരിയെങ്കിലും പോയി ഒന്ന് നോക്കണം, ഒരു വേർഡെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് നമുക്ക് തോന്നിയിരിക്കും. ഇത് ഉറപ്പാണ്. ഞാനും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ practice mirror trick and stand in front of a mirror and saying affirmations like I am improving my English day by day, I am learning English effortlessly. ഇങ്ങനെയൊക്കെ ഉള്ള പോസിറ്റീവ് അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഒരു വേർഡ് പഠിച്ചാൽ മതി. ഒരു വേർഡ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പഠിക്കുമ്പോൾ യെസ്, ഞാൻ ആ പറഞ്ഞതും, ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞതും ഞാൻ ചെയ്യുന്നതുമായിട്ട് ലിങ്ക് ആവുന്നുണ്ട്. കാരണം നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. വേറൊരാളോട് നമുക്ക് കള്ളം പറയാം, പിന്നെ ഞാൻ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. പക്ഷേ വേറെ ആരോട് കള്ളം പറഞ്ഞിരുന്നാലും സ്വന്തം മനസാക്ഷിയോട് കള്ളം പറയുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏത് കൊമ്പനായാലും സ്വന്തം മനസാക്ഷിയോട് കള്ളം പറയുക എന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഒരിക്കലും ഒരാൾക്കത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെയാണല്ലോ ഈ കള്ളം പറയുന്നത്. ലാസ്റ്റ് ആ കണ്ണാടി നമ്മളോട് ചോദിക്കും, എന്തുവാടേ ഇത്, പോയി ഒരു വാക്കെങ്കിലും നോക്കിയിട്ട് പറയടേ എന്ന് നമുക്ക് തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും. പിറ്റേന്ന് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും, ഒരു വാക്കെങ്കിലും ഞാൻ നോക്കിയല്ലോ, എന്നിട്ടാണല്ലോ ഞാൻ ഈ പറയുന്നത് എന്ന് നമുക്ക് തോന്നും. നെക്സ്റ്റ് ഇസ് ear first, mouth later. This means first you listen carefully and shadow English, then start speaking. Okay, so proper and consistent listening to English really enables us to improve our English as well as our vocabulary also. It really enables us to enrich our vocabulary. അപ്പോൾ ആദ്യം നിങ്ങൾ കേട്ട് നോക്കുക. ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് അതൊന്ന് കേട്ട് നോക്കുക. ആദ്യമേ തന്നെ ഒരു 45 മിനിറ്റ്സിൻ്റെ പോഡ്കാസ്റ്റ് ഒന്നും പോയി എടുക്കരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഇച്ചിരി ലേസിയാണ്, ഇൻക്ലൂഡിങ് മീ. ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയാണ് കേട്ടോ. നമ്മൾ ഇച്ചിരി ലേസി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആദ്യമേ തന്നെ ബാലികേറ മലയൊന്നും പോയി എടുത്തേക്കരുത്. 45 മിനിറ്റ്സ് ഒന്നും ഫോക്കസ് ചെയ്യാതെ ജസ്റ്റ് ഫോക്കസ് ഓൺ 5 to 6 മിനിറ്റ്സ് പോഡ്കാസ്റ്റേഴ്സ്. യൂട്യൂബിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുക. ചിലതൊക്കെ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള പോഡ്കാസ്റ്റൊക്കെ ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അതൊക്കെ കേൾക്കാനായിട്ട്. നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. അങ്ങനെയുള്ള പോഡ്കാസ്റ്റ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യു ലിസൺ ദാറ്റ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഈ പോഡ്കാസ്റ്റേഴ്സ് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം ഷോർട്സ് ആണെങ്കിലും യൂട്യൂബ് ഷോർട്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ഷോർട്സ് ഒക്കെ കേൾക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിരുന്നാൽ നമുക്ക് ആ ഒരു പ്രൊനൗൺസിയേഷൻ കിട്ടും, അവരുടെ ഒരു ആക്സെൻറ്റ് എന്താണെന്ന് കിട്ടും. പലരുടെയും പ്രോബ്ലമാണ്, പലരും ഈ ടീച്ചിങ് ജോബിന് നോക്കുന്നവരുടെ ഇൻ്റർവ്യൂവിന് ഫെയിൽ ആവുന്നൊരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ആക്സെൻറ്റ് പിക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ഈ വേ ഓഫ് പ്രൊനൗൺസിയേഷൻ നമ്മുടെ ഇന്ത്യൻ ആക്സെൻറ്റ് അതിനകത്ത് ഇൻഫ്ലുവൻസ് ആവുന്നത് കൊണ്ടാണ് പലരും റിജക്ഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി നമ്മളെ അത് എൻറിച്ച് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇറ്റ് റിയലി എനേബിൾസ് us to enrich our vocabulary as well as our language fluency also. അപ്പോൾ ആദ്യം അത് കേട്ട് നോക്കുക. കേട്ട് നോക്കി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നീട് സംസാരിക്കാൻ ശ്രമിക്കാറുള്ളത്. സോ ദ സെയിം ഐഡിയ അത് തന്നെ ഞാൻ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നോ അത് തന്നെയാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു ടിപ്പെന്ന് പറയുന്നത് ചേഞ്ച് യുവർ ഫോൺ ലാംഗ്വേജ് ടു ഇംഗ്ലീഷ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് പലരുടെ ഫോൺ ലാംഗ്വേജ് ഒക്കെ മലയാളത്തിലാണ് കാണുന്നത്. ടുഡേ ഇറ്റ് സെൽഫ് ചേഞ്ച് ദാറ്റ് ടു ഇംഗ്ലീഷ്. അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ബിക്കോസ് ദിസ് ഇസ് എ സൈലൻറ്റ് വേ ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ പോലും അറിയില്ല. നോയിങ്ലി ഓർ അൺനോയിങ്ലി വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. ഇത് നമ്മളെ ഇംഗ്ലീഷ് ലേൺ ചെയ്യാനായിട്ട് സഹായിക്കും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളെല്ലാവരും മാസം റീചാർജ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എയർടെല്ലാണ് എൻ്റെ ഒരു സിമ്മ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഒരു സിമ്മിൻ്റെ പാക്കേജ് തീരാറാവുമ്പോൾ, ഒരു മാസത്തെ പാക്കേജ് തീരാറാവുമ്പോൾ യൂഷ്വലി വി റിസീവ് മെസ്സേജസ് അല്ലേ, നമുക്ക് മെസ്സേജസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇനി പാക്ക് തീരാറാവുന്നു എന്നുള്ളതാവുമ്പോഴത്തേക്കും എങ്ങനെ പറയും, യുവർ എയർടെൽ പാക്ക് ഇസ് എബൌട്ട് ടു എക്സ്പയർ എന്ന് പറയാറുണ്ട്. ഇനി ഇന്ന് തീരും എന്നുണ്ടെങ്കിൽ യുവർ എയർടെൽ പാക്ക് ഈസ് എക്സ്പയറിങ്
ടുഡേ എന്ന മെസ്സേജ് വരാറുണ്ട്. ഇനി അടുത്തത് എക്സ്പയർ ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ യുവർ എയർടെൽ പാക്ക് ഇസ് എക്സ്പയർഡ് എന്ന് വരാറുണ്ട് അല്ലേ. ഇനി റീചാർജ് പാക്ക് കഴിഞ്ഞിട്ടൊരു 2 ദിവസമൊക്കെ ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എങ്ങനെ വരാറുണ്ട്, യുവർ എയർടെൽ പാക്ക് ഹാസ് എക്സ്പയർഡ് എന്ന് മെസ്സേജ് വരാറുണ്ട് അല്ലേ. സി എത്ര ടെൻസസ് ഇതിൽ കൂടെ കടന്നുപോയെന്നറിയോ. പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും സിമ്പിൾ പ്രസൻറ്റും ഒക്കെ എത്ര ടെൻസസ് ഇതുവഴി കടന്നുപോയി. അപ്പോൾ പക്ഷേ നമ്മൾ ഈ ടെൻസസ് ഒന്നും നോക്കണ്ട, നമ്മൾ ആ ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് ലാംഗ്വേജ് സംഗതി എങ്ങനെ പറയണം എന്നുള്ള കാര്യത്തെ പറ്റി ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോൺ ലാംഗ്വേജ് ഒക്കെ ഇംഗ്ലീഷിലാക്കി വെച്ചേക്കുക. ടു മെനി മെസ്സേജസ് വി ആർ റിസീവിങ് ഡേ ബൈ ഡേ അല്ലേ. ഓരോ ദിവസവും നമുക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആ ഒരു വായിച്ചു നോക്കുമ്പോൾ ആ ഒരു ഒക്കേഷൻ അനുസരിച്ച് ഇവരെങ്ങനെ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോൺ ലാംഗ്വേജ് ഒന്ന് ഇംഗ്ലീഷിലാക്കി മാറ്റിയാൽ വളരെ നന്നായിരിക്കും. മൈ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഗ്രാമർ ഡയറ്റ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് നോ ഗ്രാമർ റൂൾസ്, നോ ടെൻസസ്, ഓൺലി ലേണിംഗ് സെൻറ്റൻസസ്. അതാണ് ഗ്രാമർ ഡയറ്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഒരു സെൻറ്റൻസ് പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഈസ് ആണ്, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ആറാവും, പിന്നെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ആണ്, വേറാണ്. ഇങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇൻസ്റ്റെഡ് ആ പുറത്തുനിന്നുള്ള ആ ശബ്ദമൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക് കേട്ടോ. ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അവർ അവരുടെ ജീവിതമാർഗം നോക്കുന്നു, ഞാൻ എൻ്റെ ജീവിതമാർഗം നോക്കുന്നു. കാണുന്നവർ ദൈവത്തെ ഓർത്ത് അതൊന്നും മനസ്സിലാക്കുക എന്ന് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ കേട്ടോ. ഓർഡറൊന്നും അല്ല, അപേക്ഷയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രാമർ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഗെറ്റിംഗ് ബാക്ക് ടു അവർ പോയിന്റ്. സോ ഗ്രാമർ ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലി വി ആർ ലേണിംഗ് ദ സെൻറ്റൻസസ്. ഒക്കേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഹൗ ടു യൂസ് ദീസ് ലാംഗ്വേജ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എക്സാക്ട്ലി ഹൗ വി ലേൺ മലയാളം. എങ്ങനെയാണോ നമ്മൾ മലയാളം പഠിച്ചത്. എനിക്ക് ഗ്രാമറിൻ്റെ അലങ്കാരം, വൃത്തം, ഇങ്ങനെയുള്ള സംഗതികൾ, ലഘു, ഗുരു, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. സത്യമായിട്ടും എനിക്കറിയില്ല. പക്ഷേ ഞാൻ നല്ല എ ക്ലാസ് ആയിട്ട് മലയാളം സംസാരിക്കും. ബിക്കോസ് ഞാൻ മലയാളിയാണ്. എനിക്കിതിൻ്റെ അലങ്കാരം, ഉൾപ്രേക്ഷ, ഉപമ ഇവരെ ആരെയും എനിക്കറിയില്ല. മഞ്ചരി ആരെയും അറിയില്ല. എനിക്ക് പാട്ടുകാരി മഞ്ചരി, റിമിറ്റോമിയൊക്കെ ഉള്ളൂ എനിക്കറിയാവുന്നത്. അല്ലാതെ എനിക്ക് മലയാളത്തിലെ മഞ്ചരിയൊന്നും എനിക്കറിയ പോലും ഇല്ല കേട്ടോ. കംപ്ലീറ്റ്ലി ക്ലൂലെസ് ആണ്. ഞാൻ ആ സംഗതികളെ പഠിച്ചിട്ടില്ല. പക്ഷേ നല്ല ഭംഗിയായിട്ട് മലയാളം സംസാരിക്കും. നന്നായിട്ട് എനിക്ക് മലയാളം അറിയാം. അപ്പോൾ ഗ്രാമറൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒക്കേഷൻ അനുസരിച്ച് എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം അറിയാം. എക്സാക്ട്ലി ഇതേപോലെയാണ് നമ്മൾ ഇംഗ്ലീഷും പഠിക്കേണ്ടത്. ഒക്കേഷൻ അനുസരിച്ച് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിൽ വെച്ചേക്കുക. ഇംഗ്ലീഷ് ഇസ് ജസ്റ്റ് എ ലാംഗ്വേജ് ദാറ്റ് വി ആർ ലേണിംഗ്. നമ്മളിവിടെ വി ആർ നോട്ട് ഗോയിങ് ടു റൈറ്റ് എനി എക്സാം അല്ലേ. ആൻഡ് നോ വൺ ഇസ് ദെയർ ടു അസസ്. നമ്മളെ ആരും അസസ് ചെയ്യാനൊന്നും വരുന്നില്ല. ഇൻസ്റ്റെഡ് ബിക്കോസ് ഓഫ് അവർ പാഷൻ, ഓയിങ് ടു അവർ പാഷൻ, വി ആർ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി അത് പഠിക്കുക. അല്ലാതെ അയ്യോ എനിക്കിത് പരീക്ഷയ്ക്ക് എഴുതാനുള്ളതാണ്, ഈസ് ആവണം, വാസ് ആവണം, പാസ്റ്റ് ടെൻസ് ആവണം, പ്രസൻറ്റ് ടെൻസ് ആവണം, പെർഫെക്റ്റ് ആവണം. നോ, ഇത് ചെയ്യാനിരുന്നു കഴിഞ്ഞോ തീർന്നു. ലാംഗ്വേജ് ഇപ്പം നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചിരുന്നാൽ ലേൺ ദിസ് ലാംഗ്വേജ് അക്കോർഡിംഗ് ടു ദയർ ഒക്കേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ ഒരു മൈൻഡ് സെറ്റിൽ പോവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാമർ ഡയറ്റ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് ഇസ് വിസ്പർ പ്രാക്ടീസ്. This means self-talk. Exactly meaning positive self-talk. Start your day with a positive self-talk. See, kindly avoid negative self-talk like I am a stupid, I can't learn English. Please don't do that. Okay? Start your day with a positive self-talk, and you can start your day by asking yourself, how should I start my day? Okay, what are my plans today? Okay, and you can also start like, oh my god, this is a very beautiful day for me, I'll enjoy this day. See, all these are positive self-talk. Talk in English also, കേട്ടോ. That you have to keep that in your mind, and you can also wind up your day with a gratitude speech to yourself even in English. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച് ഒക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് വളരെ നന്നായിരിക്കും. സ്റ്റാർട്ട് യുവർ ഡേ ബൈ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇൻസ്റ്റെഡ് ഓഫ് അൺനെസസറി സ്ക്രോളിംഗ് ഓൺ യുവർ മൊബൈൽ ഫോൺ. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ മൊബൈൽ ഫോണൊക്കെ നമുക്ക് സ്ക്രോൾ ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് മേക്ക് ഇറ്റ് ഫ്രൂട്ട്ഫുൾ. അത് നല്ല യൂസ്ഫുള്ളായിട്ട് സ്ക്രോൾ ചെയ്യാനായിട്ട് നോക്കുക.
ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞല്ലോ സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, ദാറ്റ് ഇസ് വെരി ഫ്രൂട്ട്ഫുൾ ആൻഡ് ദാറ്റ് ഇസ് വെരി ബെനഫിഷ്യൽ. അവോയ്ഡ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. അയ്യോ ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു മണ്ടനാണ്, ഇങ്ങനെയുള്ള സെൽഫ് ടോക്കുകളൊന്നും ചെയ്യരുത്. ഇൻസ്റ്റെഡ് ഐ എം ലേണിംഗ് ഇംഗ്ലീഷ്, ടുഡേ ഇസ് എ വെരി ഗുഡ് ഡേ ഫോർ മീ. ഓക്കെ, ഐ എൻജോയ് ദിസ് ഡേ. ഞാൻ ഇന്ന് സന്തോഷിച്ചിരിക്കും, എന്ത് വന്നിരുന്നാലും ഞാൻ ഇന്ന് സന്തോഷിക്കും എന്നൊക്കെ പറയുക. അത് ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് പറയുക. ഓക്കെ, ദാറ്റ് വിൽ റിയലി ട്രാൻസ്ഫോം യുവർ ലൈഫ്. I'm damn sure about it. അത് ശരിക്കും this kind of positive self-talk, positive affirmations can create magic in your life that can transform your life. No change for that. Okay. Last point എന്ന് പറയുന്നത് keep the mindset. Learning English is a habit, not a subject. You are learning English because of your passion. നിങ്ങളുടെ ഒരു പാഷൻ കാരണം നിങ്ങൾ ഈ ഒരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ദിസ് ഇസ് നോട്ട് എ സബ്ജക്റ്റ്. നിങ്ങൾ എവിടെയും എക്സാം എഴുതാൻ പോകുന്നില്ല, ആരും നിങ്ങളെ അസസ് ചെയ്യാൻ വരുന്നില്ല, ആരും ഇവിടെ മാർക്ക് ഇടാനില്ല. യു ആർ ലേണിംഗ് യുവർ സെൽഫ് ദെയർ. യു ആർ ലേണിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്ന ഒരു സംഗതിയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ബിക്കോസ് യു ലവ് ദിസ് ലാംഗ്വേജ്, സോ യു ആർ ലേണിംഗ് ദിസ് ലാംഗ്വേജ്. അതാണ് ഞാൻ ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വലിയ പ്രഷറൊന്നുമില്ല. വി ആർ നോട്ട് പ്രഷറൈസിങ്, അല്ലേ? വി ആർ ഫ്രീ നൗ. അവർ മൈൻഡ് ഇസ് ഫ്രീ ആൻഡ് അവർ സോൾ ഇസ് ഓൾസോ ഫ്രീ. സോ വി ക്യാൻ ലേൺ ദിസ് ലാംഗ്വേജ് ഈസിലി. ആരെങ്കിലും ഇവിടെ തെറ്റ് പറയുന്നുണ്ടോ ശരി പറയുന്നുണ്ടോ എന്നൊക്കെ അസസ് ചെയ്യാൻ വരുമ്പോഴാണ് കാരണം നമ്മുടെ മനസ്സപ്പോൾ അങ്ങ് അയ്യോ ആൾക്കാരെന്നെ നോക്കും, ആൾക്കാരെന്നെ ശ്രദ്ധിക്കും എന്നൊക്കെ വിചാരിക്കുന്നത്. ഇവിടെ ആരും ഇല്ലടാ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ലാസ്റ്റ് ലൈനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിരുന്നാൽ, ഈവൻ ഇഫ് യു ആർ എ സ്ലോ ലേണർ, നോ വറീസ്, ഇറ്റ്സ് ഓക്കെ, ബട്ട് നെവർ സ്റ്റോപ്പ് ലേണിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഈ ഇംഗ്ലീഷ് പഠിക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ എഫേർട്ടെങ്കിലും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതെപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്നെയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു വലിയ താങ്ക് യു കേട്ടോ. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് എക്സ്റ്റേണൽ വോയിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സാഹചര്യം ഞാനും മനസ്സിലാക്കണം, എൻ്റെ ഒരു സാഹചര്യം ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരും മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അവരോട് എനിക്ക് പണി നിർത്തിപ്പോവോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരവരുടെ ജീവിതമാർഗം നോക്കുന്നു. പിന്നെ റോഡ് സൈഡിൽ കിടക്കുള്ള സൗണ്ടൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ അഗെയിൻ വി ക്യാൻ മീറ്റ് വിത്ത് യെറ്റ് അനദർ വീഡിയോ. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമുക്കെല്ലാവർക്കും ഈ ഒരു ലൈഫേ ഉള്ളൂ. ഈ ഒരു മൊമെൻ്റാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. അത് സന്തോഷമായിട്ടും സമാധാനമായിട്ടും അങ്ങോട്ട് ജീവിച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അഗെയിൻ വി ക്യാൻ മീറ്റ് വിത്ത് യെറ്റ് അനദർ വീഡിയോ. ടിൽ ദെൻ, ബൈ ഫ്രം റനായ.